ഇതെവിടെ സ്ഥലം പറയാ? ഓമനപ്പുഴ കടപ്പുറം. ഓമനപ്പുഴ കടപ്പുറമാണിത്. എവിടെ അടുത്ത സ്ഥലം? ഓമനപ്പുഴ ബീച്ച്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. ആലപ്പുഴയിലെ ഓമനപ്പുഴ ബീച്ചാണ്. ആലപ്പുഴയിലുള്ള ഓമനപ്പുഴ ബീച്ചാണത് കേട്ടോ. അങ്ങനെ കയറാം. ഇതാണ് കേട്ടോ ബീച്ച്. ബീച്ചിൻ്റെ പേര് ഓമനപ്പുഴ. ആലപ്പുഴയിലുള്ള ഓമനപ്പുഴ ബീച്ച്. ബീച്ചിലേക്ക് വരാൻ കുറച്ച് ലേറ്റായി പോയി. വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ ലേറ്റായി. ബീച്ച് കാണാം. വഞ്ചിയെല്ലാം കിടക്കുന്നുണ്ട്. പുലിമുട്ട് അതായത് ഇപ്പം കടലിൽ ഒരുപാട് ബാക്കിലോട്ട് പോയി. ചിലപ്പോ നാളെ രാവിലെ കടലിൽ ഇങ്ങോട്ട് കയറും. ഈ പോയതാണ് നമ്മൾ ഈ കാണുന്നത്. കടലിൽ മുന്നിലേക്ക് പോയി, ബാക്കിലേക്ക് പോയി കടലിൽ. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കടലിൽ പോയതാണ്. കടൽ ഉണ്ടായിരുന്നത് അതുവരെയായിരുന്നു. കടലുണ്ടായിരുന്നു. ഇപ്പൊ കടലിൽ ഉള്ളിലേക്ക് പോയി. ഇത്ര പോയിട്ടാ? 4-5 ദിവസത്തിൽ ഇങ്ങനെ പോയാ? അങ്ങനെയാ? ശരി ശരി. ഇത് പാറ. ഇവിടെയൊക്കെ കടലായിരുന്നു സ്റ്റേ. 4-5 ദിവസം മുന്നേ കടലേ ഉള്ളിൽ അങ്ങോട്ട് പോയി, വലിഞ്ഞു പോയി എന്നാ പറയുന്നത്. കടലിൽ തിരമാലകൾ അടിച്ച് കറായിരിക്കാൻ വേണ്ടി, ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പുലിമുട്ട് പുലിമുട്ട് ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പുലിമുട്ട് ഇട്ടിരിക്കുന്നത്. ആൾക്കാർ നിൽക്കാറില്ലേ ഇവിടെ? ഇവിടെ ഒന്നും നിൽക്കാറില്ല. ഇപ്പൊ കടലിൽ ഇറങ്ങാൻ നേരത്തെ ഇവിടെ നിൽക്കാറുള്ളൂ. ഇപ്പൊ നമുക്ക് നിൽക്കാം, കുഴപ്പമില്ല. പെട്ടെന്ന് വലിച്ചോണ്ട് പോകും. കടല് വരുന്നത് കണ്ടില്ലേ? ആൾക്കാരൊന്നും കുറവുള്ളൂ അല്ലേ? ആൾക്കാർ കുറവുള്ളൂ. നല്ല മീനിന്റെ മണം ഉണ്ട് ഇവിടെ. ശരി ശരി. പുലിമുട്ട് എന്ന സ്ഥലത്തിൻ്റെ പേര് ഓമന കടപ്പുറം എന്നാണ് പേര്. ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത്. കടൽ ഒത്തിരി ദൂരോട്ട് പോയിക്കണം. കടൽ കാണാനുണ്ട് എല്ലാവർക്കും. ഈ കടലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കടൽ ഒത്തിരി ഉള്ളിലേക്ക് പോയിക്കണം. കടൽ തിര വന്നുകൊണ്ടിരിക്കുന്നു. നോക്കി തിര വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കാല് നനയും കേട്ടോ. അതിൻ്റെ അടുത്ത് വന്നു. കുറച്ചും കൂടി ഒരു 1/2 hour മുന്നേ വന്നാൽ വളരെ ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ പേടിയാവും എനിക്ക്. അത്രയും തിരയാണ് അടിക്കുന്നത്. പേടിയാവുന്നുണ്ട് കേട്ടോ. അത്ര വലിയ വലിയ തിരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുൽമൂട്ട് എന്ന സ്ഥലത്തിൻ്റെ പേര്, കടപ്പുറത്തിൻ്റെ പേര് ഓമനക്കടപ്പുറം മാത്രം. അങ്ങനെ വേറൊരു തിര. ഭയങ്കര സ്പീഡായിട്ടാണ് കേട്ടോ വരുന്നത്. തിര വരുന്നു, ഭയങ്കര സ്പീഡാണ്.
എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പേടിയായിട്ടുണ്ട്. അങ്ങനെ തിര വന്നുകൊണ്ടിരിക്കുന്നത്, അത് കാരണം ഞാൻ പോകുന്നില്ല. ഇത്രയും മുന്നിൽ ഇവിടെയൊക്കെ കടലുണ്ടായിരുന്നാണ്. അപ്പം കടൽ വന്ന് തിരയായി മാറിയത്. കണ്ട, കടൽ വന്ന് ഉള്ളിലേക്ക്, കടൽ അങ്ങോട്ട് പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇവിടെയൊക്കെ മണലായി മാറി. 4 ദിവസം മുന്നേ നടന്നതാണ് ഈ സംഭവം. കണ്ടോ, എവിടെയുള്ളൂ കന്ന് വരെ ഉണ്ടായിരുന്ന കടലാണ്. ആ ഉള്ളിൻ്റെ അവരെ കണ്ടാകുന്ന കടൽ അങ്ങനെ ഉള്ളിലേക്ക് പോയി. പിന്നെ കാലിൽ നനയും കേട്ടോ. തിര വരുന്ന കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട്. തിര അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വരുന്നത് അറിയോ? ഭയങ്കര തിരവാണ് തിര വന്നുകൊണ്ടിരിക്കുന്നത്. പേടിയുണ്ട്, അത്രയും വലിയ തിര. ഇപ്പോൾ 7 മണിയാണ് ടൈം കിട്ടുക. രാത്രി 7 മണി സമയമാണ്. അവിടെ നമുക്ക് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണുന്നില്ലേ, അവിടെയൊക്കെ ബോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലൈറ്റിങ് കാണാനില്ലേ, ഫിഷ് വരുന്നുണ്ട്, ബോട്ട് വരുന്നുണ്ട്. ആ ലൈറ്റ് കാണുന്നില്ല, അവിടെയൊക്കെ ഫിഷും ബോട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടൽ വരുന്നുണ്ട്, ഭയങ്കര സ്പീഡായിട്ടാണ് കടൽ വരുന്നത്. അതുകൂടാതെ ലൈറ്റ് കാണുന്നതൊക്കെ ഫിഷ് ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നന്നായിട്ടുണ്ടെന്നറിയാം ഇവിടെ വന്നപ്പോൾ. മനസ്സൊരു ശാന്തമായിരിക്കുന്നു, ഒരു പോസിറ്റീവ് എനർജി അനുഭവിക്കുന്നു. പക്ഷെ കടലടുത്ത് വരുമ്പോൾ പേടിയാവുന്നു. രണ്ടും ഉണ്ട്. അത്രയ്ക്കും ദേഷ്യത്തിലാണ് കടൽ വരുന്നത്. അത്രയ്ക്കും വലിയ തിരകളാണ് അടിക്കുന്നത്. കല്ല് തിര അടിച്ച് വരുന്നത്. തിര അത്ര സ്പീഡായിട്ടാണ് തിര വരുന്നത്. അത്രയും വലിയ തിരകളാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്നൊക്കെ കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പലുകളാണ് വരുന്നത്. കപ്പലുകൾ, വഞ്ചികളൊക്കെ വരുന്നുണ്ട്. ഫിഷ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നോക്കൂ, വെള്ളം.